നമ്മളിന്നൊരു കുക്കിംഗ് വ്ളോഗാണ് ഇവിടെ ചെയ്യാൻ പോണത്. പാനിപ്പൂരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതുവരെ ഇതിനു മുമ്പ് ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ പാനിപ്പൂരിയുടെ പിക്ക് കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്തം കഴിക്കാൻ. അപ്പോൾ അങ്ങനെ വിചാരിച്ചതാണ്. ഇപ്പോൾ സമയം ഒരു 6:20 വൈകുന്നേരം. അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, സാറ്റർഡേ ആയിരുന്നു. സോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിൽ തന്നെ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് 6:30 കിച്ചൺ ഓപ്പൺ ആക്കും. അപ്പോൾ ആ നേരത്ത് പോയിട്ട് പാനിപ്പൂരി ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് ആ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മല്ലിയില, പിന്നെ എന്തിട്ടത്, പുതിന ഇല, പിന്നെന്താ വേണ്ട, ഓണിയൻ വേണ്ടേ, ഓണിയൻ കട്ട് ചെയ്ത് ഇരിപ്പുണ്ട്, അത് ഒരെണ്ണം എടുക്കുക. പിന്നെ ലെമൺ ജ്യൂസ് വേണം, അതെടുക്കുക. പിന്നെ ഗ്രീൻ ചില്ലി വേണം, ഇതും എടുക്കാം. വേറെ എന്തെങ്കിലും വേണോ? ഇത്ര മതി. പിന്നെ ആ കടയിൽ നിന്ന് മേടിച്ചതിൽ അധികം ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ റൂമിൽ തന്നെ ഞാൻ പുതിന നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്യാണ്. ഉണങ്ങിപ്പോയി. ഇതിപ്പോൾ ഇനി മഞ്ഞല്ലേ വരാൻ പോണത്. സോ ഇല ഫുള്ള് പോയി. ഇനി ചെടി ഒന്നെല്ലാം ഉണങ്ങിപ്പോവും. മഞ്ഞത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അരിയാനല്ല, വലുതാക്കി അറിയാം. പിന്നെ ഇവിടെ ഇങ്ങനത്തെ മുളകാണ് കേട്ടോ കിട്ടുക. പച്ചമുളകിന് ഇവിടുത്തെ എരിവുണ്ടാവില്ല അതിൻ്റെ. സോ ഇതും പച്ചമുളകാണ്, പക്ഷെ ചോപ്പ് കളറിൽ. പിന്നെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ അരക്കുകയാണ് കേട്ടോ ചെയ്യുക. അയ്യോ കുറേ ആയോ ഇത്. ഇത് അരച്ച് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെന്താണ് ഇത് വേണ്ടേ, പിന്നെ കുറച്ച് ഷുഗറും ഇടണം കേട്ടോ, കുറച്ച് ഷുഗർ. പിന്നെ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അവരിത് ഫിൽറ്റർ ചെയ്തെടുക്കാനാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ സ്വീറ്റ് ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് നമുക്ക് പുളി വേണം, പുളി കുറച്ചെടുക്കണം. പിന്നെ മുളക് പൊടി വേണം, കുറച്ച് മുളക് പൊടി. അയ്യോ മറ്റേതിൽ കുറേ മുളക് വേണ്ട. പിന്നെ കുറച്ച് ഉപ്പും പൊടി. പാത്രം കണ്ടതൊന്നും പറയരുത്. ഉപ്പുപൊടി. പിന്നെ വേണ്ടത് കുറച്ച് ചുക്ക് പൊടിയാണ്. പിന്നെ എന്താ, ജീരകപ്പൊടി. ജീരകമിട്ടല്ലോ. പിന്നെ കുറച്ച് ജീരകപ്പൊടി. കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം വല്ലാണ്ട് വരാറില്ല. കുക്കിംഗ് ജീരകം. പിന്നെന്താ ഡേറ്റ്സ്, അയ്യോ മറന്നു, പൊട്ടിച്ചുണ്ടാക്കി. പിന്നെ അതേ ഡേറ്റ്സ് ഒരു എത്ര എണ്ണം വേണം? 3 എണ്ണം എടുക്കാം, കുറച്ചല്ലേ വേണ്ടു. ഒരു 3 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള സാധനം ഈ സംഗതി എന്തായാലും പറയുക, ശർക്കരയുടെ പൊടി, അത് കുറച്ചിടാം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സ്വീറ്റ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ റൂമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. 6:30 ആയപ്പോൾ കിച്ചൺ തുറന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് പാനിൻ്റെ ഉള്ളിൽ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫുള്ള് വാട്ടറിൽ മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ആ ഡേറ്റ്സൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. നെക്സ്റ്റ് പരിപാടി നല്ല ചൂടായ എണ്ണയിൽ ഈ പാനിപ്പൂരിയുടെ പൂരി നല്ല ഡീപ്പായിട്ട് അത് പൊന്തി വരണവരെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഈ പാനിപ്പൂരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഉണ്ടാക്കിയതല്ല കേട്ടോ മുറിയിൽ. അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. കറക്റ്റ് പാനിപ്പൂരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
സംഗതി എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. സോ അതിൻ്റെ തോല് കളയാണ്. ഇതെന്തിനാണ് ഉണ്ടാക്കുന്നത്? ഡ്രൈ മസാലയോ എന്താണോ അതിന് പേരെനിക്ക് അറിഞ്ഞൂടാ. അത് മിക്സറൊക്കെ മിക്സ് ചെയ്തിട്ടാക്കില്ലേ, മിക്സറില്ല നമ്മുടെ അടുത്ത്. സോ പൊട്ടറ്റോ മസാല പോലെ ആക്കാം. നെക്സ്റ്റ് നമ്മൾ ഒണിയൻ കട്ട് ചെയ്യാണ്. ഇരുട്ടായി. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒണിയൻ കട്ട് ചെയ്തത് എടുത്ത് ഇടുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് മുളക് പൊടി, ചാട്ട് മസാല ഇടണം, ആ സംഗതി ഇല്ല കയ്യിൽ. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയ ലെമണാണ് കിട്ടുക, പക്ഷെ കാര്യമായിട്ട് നീരൊന്നും ഉണ്ടാവില്ല അതിൽ. അപ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളുമായിട്ട് സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്വീറ്റ് ചട്നി ഉണ്ടല്ലോ, അതൊന്ന് കൂളാകാൻ വെച്ചിട്ട് കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണത്. അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയുടെ പ്രിപ്പറേഷൻ ഫുള്ള് കഴിഞ്ഞു. ദാ പൂരിയെല്ലാം നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മസാലയാണ് അതിൻ്റെ, ഇത് സ്വീറ്റ് ചട്നി, പിന്നെ ഇത് സ്പൈസി ചട്നിയാണ്. ഫസ്റ്റ് എന്നിട്ട് അടി ഒഴിക്കുക. ഫസ്റ്റ് മസാല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ ഇടാം. ഫസ്റ്റ് കുറച്ച് മസാല, പിന്നെ കുറച്ച് സ്വീറ്റ് ചട്നി, പിന്നെ കുറച്ച് സ്പൈസി ചട്നി. അയ്യോ ഓട്ടയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കഴിച്ചു വെക്കാൻ പോവാ കേട്ടോ. അടിപൊളി, ഭയങ്കര ടേസ്റ്റ്. സൂപ്പർ 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 സൂപ്പർ. ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.